ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മെഹർ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ തൊപ്പിയുടെ വീടിന്റെ ഹോം ടൂർ എടുക്കാനാണ്. ഞാൻ പതിവ് പോലെ സെലിബ്രിറ്റീസിന്റെ വീടിന്റെ ഉള്ളിൽ രഹസ്യങ്ങൾ തപ്പാനും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൊപ്പിനോട് ചോദിക്കാം, തൊപ്പി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് പറയൂ. ഹോം ടൂർ അതിന് എടുക്കുന്ന ആൾക്കാർ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ വീട്ട് ബാക്കിയുള്ളവരുടെ രഹസ്യങ്ങളുണ്ട്. പലതും നീ കാണും. ഇല്ല രഹസ്യങ്ങൾ ഞാൻ ഒന്നും കാണിക്കൂല. അലമാരും ലോക്കറും തുറക്കാൻ പറയരുത്. രഹസ്യങ്ങൾ മെയിൻ രഹസ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇത് പൂജാമുറി അല്ല. ഇത് ആക്ച്വലി വീട് പണിയുമ്പോ പൂജാമുറി ആയിട്ട് പണിതതായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മളെ കലവറയാണ്. ഇവിടെ നല്ല വൃത്തിയില്ലേ? ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കിയ, ഉള്ളിലേക്ക് ഒന്ന് നോക്കിയ. ഇതാണ് നമ്മളെ സ്റ്റോറേജ്. അതായത് നമ്മളെ വയർസ്, കേബിൾസ്, ലൈറ്റ്, മറ്റേ എന്താ പറയാ സാധനങ്ങൾ ഒന്ന് കാണിക്കും. കമോൺ. അതായത് മേറിനെ പോലുള്ള ആൾക്കാർ സോറി. ഓക്കെ, ഇതാണ് നമ്മളെ സ്റ്റോറേജ് മുറി. സാധാരണ വീടുകളിൽ ഇത് പൂജാമുറിയാണ്, ഇവിടെ ഇത് സ്റ്റോറേജ് മുറിയാണ്. ഓക്കെ, ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാറും ആരാണ് ഈ വീട് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇവിടെ OCD അറിയാം നിനക്ക്? OCD ഏറ്റവും കൂടുതലുള്ള ആളാണ് ഇത്. ഇവനില്ലെങ്കിൽ ഈ വീട്ടില് ഒരു വൃത്തി ആ മുറി ഓൻ ഇപ്പൊ ഇത് കണ്ട സ്ഥിതിക്ക് ഇനി എന്തായാലും ഇന്ന് രാത്രി പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇത് വൃത്തിയാക്കിയിട്ട് ഇവൻ ഉറങ്ങും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതാണ് തൊപ്പിയുടെ ഗെയിമിംഗ് ഏരിയ. ഗെയിമിംഗ് അല്ല, സ്ട്രീമിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ഗെയിം കളി കുറവാ, പക്ഷെ ഇതിപ്പം എന്തായാലും ഹോം ടൂറെല്ലാം വന്നതല്ല. അപ്പൊ ഒരു ഷോക്ക് വേണ്ടിട്ട് ഗെയിം ഓൺ ആക്കി വെച്ചാൽ അങ്ങനെ അധികം ഗെയിം ഒന്നും കളിക്കില്ല. പറഞ്ഞോട്ടെ, ഒരുപാട് ആൾക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത് അല്ലെ? ഭയങ്കര ട്രെൻഡിങ് അല്ലെങ്കിൽ എന്താ അത് ആ ആംഗിളിൽ നിന്ന് എടുത്താലാണ് അത് ഒരുപാട് ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാവുക. ഇതാണ് നമ്മൾ സ്ട്രീം ചെയ്യുന്ന ഫ്രെയിം. മനസ്സിലാവും? 3 കമ്പ്യൂട്ടർ. 3 കമ്പ്യൂട്ടറോ? ഇതിന് എവിടുന്ന് കിട്ടി? ഇതിനെവിടുന്ന് കിട്ടി 3 കമ്പ്യൂട്ടറോ? ഇത് ഒരു കമ്പ്യൂട്ടറാ, 3 മോണിറ്റർ. അയ്യേ. ഓക്കെ, 3 മോണിറ്റർ. ഇത് ഒറ്റ കമ്പ്യൂട്ടറാ, 3 മോണിറ്ററാ. ഓ ശരി. എന്നിട്ട് ഒരു ഐഡിയ ഇതെന്താന്ന്? ഓക്കെ, ഇതെന്താന്ന് പറയോ? ഇത് മൗസ്. ഇത് മൗസ്. ഇത് സ്റ്റിയറിംഗ്. ഇത് ഗിയർ. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയൂല. ഇത് മറ്റേ ഹോൺ അടിക്കണ സാധനം. പിന്നെ ഇത് ആക്സലറേറ്റർ. ഇത് മൈക്ക്. ഓ അത്രയും ബുദ്ധിയിലുണ്ടോ? കണ്ടാ പറയില്ല കേട്ടാ. പിന്നെ ഇതെന്തുട്ടാ? അത് ലൈറ്റാ. ഓ ലൈറ്റ്. പിന്നെ ഇതോ? അത് സ്ട്രീം ഡെക്ക്. ഇതാണ് നമ്മളെ മെയിൻ സാധനം. സ്ട്രീം ചെയ്യാൻ നമ്മള് ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഇതിലെന്തൊക്കെയാ ചെയ്യാല്? ഇതാണ് ഒരു സ്ട്രീമറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഇതായിരിക്കും. ഇത് എടുക്കാൻ പറ്റും. ഇത് വയർ ഉണ്ട് ഇതില്. ഇതിങ്ങനെ നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാം, സൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ട്രീമിന് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൽ ഇതാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അങ്ങനല്ല ഇതിലിങ്ങനെ കൊറേ സൗണ്ട് അല്ലല്ല അതില് എല്ലാ സൗണ്ട് എഫക്റ്റും ഉണ്ട് ഇതിലിങ്ങനെ. ഇതായിരുന്നു നിന്നെ ആദ്യം കണ്ടപ്പോ എന്റെ മൈൻഡിലുള്ള സൗണ്ട്. ഈ സാധനം ഓക്കെ. അപ്പൊ പോട്ടെ. ശരിക്കും എനിക്ക് തൊപ്പിനെ കണ്ടപ്പോൾ ഒരു മ്യൂസിക് എഫക്ട് വെക്കണം എന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ ഇത് പരസ്യമായി വെക്കുന്നില്ല. വേണ്ട ഇനി. ഓക്കെ, പിന്നെ ഇവിടെ തൊപ്പിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. ഇത് രണ്ട് പ്രൊഫൈൽസ് ഉണ്ട് ഇതില്. ഇത് മമ്മൂന്റെ പ്രൊഫൈല്, ഇത് എന്റെ പ്രൊഫൈല്. പക്ഷെ ഇപ്പം ഞാൻ മാത്രം കൂടുതൽ സ്ട്രീം ചെയ്യലും. മമ്മൂനെ സ്ട്രീം ചെയ്യിപ്പിക്കാൻ പലതവണ പല രീതിയിൽ ഞാൻ നോക്കി. പക്ഷെ മമ്മൂ ഇടക്കിടക്ക് ഇങ്ങനെ മാസത്തിലൊരിക്കലും വന്നൊരു സ്ട്രീം ചെയ്യും, അല്ലാണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് മമ്മൂന്റെ പ്രൊഫൈൽ, ഇത് എന്റെ പ്രൊഫൈല്. മമ്മൂന്റെ പ്രൊഫൈലുള്ള മെയിൻ സാധനം ഇതാണ്. മമ്മൂന്റെ പ്രൊഫൈലുള്ള സാധനം. എന്തിനാണ് ഈ 3 മോണിറ്റർ? 3 മോണിറ്റർ എന്തിനാ? ഒരു മോണിറ്റർ ആയിരിക്കും ഞാൻ സ്ട്രീം, അതായത് റിയാക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്യും. അതായത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോസ് കാണുന്നത് ഈ മോണിറ്ററിലായിരിക്കും. ഇതിൽ ചാറ്റ് വരും. അതായത് ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നത് ചാറ്റ് എന്താണെന്ന് അറിയില്ല. ഭാഗ്യം. ഓക്കെ, അത്ര വലിയ മൊയന്തല്ല ഇവനെ ഇവിടെ വന്നിക്ക്. ഈ മൂന്നാമത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ OBSന്റെ സ്ക്രീൻ എന്ന് പറയും. അതായത് നമ്മളെ
ഈ സ്ട്രീം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഇതിലിടും. അപ്പോൾ നമുക്ക് സ്ട്രീമിൽ എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ചാറ്റ്, സൂപ്പർ ചാറ്റ്, അത് ഇത് ഡൊണേഷൻസ് കാര്യങ്ങളെല്ലാം ഈ മോണിറ്ററിലേക്ക് ആക്കും. ഓക്കെ ഓക്കെ. അപ്പം ഡൊണേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ എന്താ ചെയ്യല്? അതെന്ത് ചെയ്യും? പുട്ടടിക്കും. ഡൊണേഷൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ അല്ലേ? അല്ല, അത് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? ഡൊണേഷൻ മലയാളം എന്താ? ചാരിറ്റി. ചാരിറ്റിയോ? ഇത് സംഭാവന. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ഇതാക്കാൻ സംഭാവന, അങ്ങനെ ഡൊണേഷൻ എന്ന് പറയും. പക്ഷെ യൂട്യൂബേഴ്സിന്റെ ടേംസിൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറ്റിലുള്ള ആൾക്കാർ, അതായത് നമ്മളെ വ്യൂവേഴ്സ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിന് ഡൊണേഷൻ അങ്ങനെ പറയുന്നത്. അതിന് ഡൊണേഷൻ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവൂലേ? ഡൊണേഷൻ വരും. കുറെ പ്രാന്തന്മാരുണ്ട് ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ എത്രയോ. അതായത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു സ്ക്രീനിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു, അപ്പൊ നമ്മളെ ഇതുവരെ നേരിട്ട് പോലും കാണാത്ത ഏതോ ലോകത്തിന്റെ ഏതെല്ലാം മൂലക്കുള്ള ആൾക്കാർ നമുക്ക് അത്രയും പൈസ എന്തിനു അയച്ചിരുന്നു, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വരുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് ഭയങ്കര ഹാർഡ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ടോപ്പ് സപ്പോർട്ടറിന്റെ പേര് എന്ന് പറഞ്ഞാൽ അശ്വിൻ റെയ്നോൾഡ് എന്ന് പറയും. എൻ്റെ ചാറ്റിൽ എല്ലാവർക്കും അറിയാം, എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം. മീൻസ് ഇവൻ 10,000-50,000 ഒക്കെ ഡൊണേഷൻ ചെയ്യും. അങ്ങനത്തെ ഒരു ഭ്രാന്തൻ സപ്പോർട്ടറാണ്. അങ്ങനെയുള്ള കുറെ ഭ്രാന്തൻ സപ്പോർട്ടർമാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതുവരെ നേരിട്ട് പോലും കാണാത്ത ആൾക്കാർ എവിടെയൊക്കെ ദുബായിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവര് നമുക്കിങ്ങനെ നമ്മളൊരു സ്ക്രീനിന് മുന്നിലിരിക്കുമ്പോൾ അവർക്ക് നമുക്ക് പൈസ അയച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എനിക്കൊരു എന്താ പറയുക, അത്ഭുതം. പണ്ടെല്ലാം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് ആലോചിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഗെയിം കളിക്കാറുണ്ടോ? ഗെയിം കളി ഞാൻ വളരെ കുറവാണ്. ഇതിപ്പോ പിന്നെ നിങ്ങൾ ഹോം ടൂർ എല്ലാം എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗെയിം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചെന്നുള്ളൂ. ഞാൻ ആക്ച്വലി ഞാൻ സ്ട്രീമറാണ്. ഗെയിമിങ് വളരെ വളരെ കുറവാണ്. ഞാൻ ഗെയിം കളിക്കുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു 5 സ്ട്രീം ചെയ്ത ഒരു സ്ട്രീമിൽ എങ്ങനെ ഞാൻ ഗെയിം കളിക്കുള്ളൂ. കൂടുതൽ ഞാൻ റിയാക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കോമഡി, എന്റർടൈൻമെന്റ്, ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറയാല്, ഇങ്ങനെ വീഡിയോ കോള്, അങ്ങനത്തെ എല്ലാം പരിപാടികളൊക്കെ കൂടുതലും ചെയ്യല്. പക്ഷെ പറയുമ്പോ പേരിന് ഗെയിമർ എന്ന് പറയും, പക്ഷെ ഗെയിം കളി വളരെ കുറവാണ്. ഈ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്യുന്നത്? അതെ, ഇതാണ് എന്റെ മെയിൻ ക്യാമറ. അതായത് സ്ട്രീമിൽ ഫുൾ സ്ക്രീൻ ക്യാമറ ഇടുമ്പോഴുള്ള എന്റെ ക്യാമറ ഇതാണ്, S5 Mark II. പിന്നെ ഇതെന്റെ സെക്കൻഡറി ക്യാമറ. അതായത് ഇതങ്ങനെ നമ്മള് വീഡിയോ കോൾ ആപ്പുകളിൽ കയറൂലേ, വീഡിയോ കോൾ ആപ്സിൽ കയറിയിട്ടുണ്ടോ? ഇതുവരെ കയറിയിട്ടില്ല. ഒമേ ടിവി, അറിയില്ല, ഇതുവരെ കേട്ടിട്ടില്ല. അല്ല അങ്ങനല്ല, നമുക്ക് ഈ പബ്ലിക്കില്, അതായത് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്ന ചില ആപ്പുകളുണ്ട്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഒമേഗിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. അതിൽ കേട്ടിട്ടുണ്ട്, അപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള വീഡിയോ കോൾ ആപ്പുകളിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ സെക്കൻഡറി ക്യാമറ ഉപയോഗിക്കും.